SIC മക്കാബിക്കായുടെ ഹജ്ജ് വോളണ്ടിയർമാർ നൽകുന്ന സേവനങ്ങൾ ഹാജിമാർക്ക് ഏറെ ആശ്വാസമാകുന്നു. സമസ്ത ഇസ്ലാമിക് സെന്റർ മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിലുള്ള നൂറുകണക്കിന് വിക്കായ വളണ്ടിയർമാരാണ് ഈ വർഷത്തെ ഹജ്ജ് സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഹാജിമാർ എത്തിയത് മുതൽ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹറമിലെത്തുന്ന ഹാജിമാർ ബസ് കയറുന്ന വിവിധങ്ങളായ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിച്ച് ബസ് മാറിക്കയറാൻ ഇവരെ സഹായിക്കുകയും വെള്ളം, ജ്യൂസ്, കുട തുടങ്ങിയവ നൽകിയും ചെരുപ്പ് നഷ്ടപ്പെട്ടു വരുന്നവർക്ക് ചെരുപ്പ് നൽകിയുമാണ് ഇവരുടെ പ്രവർത്തനം. എല്ലാ ദിവസവും ഹാജിമാർക്ക് ബിൽഡിങ്ങുകളിൽ കഞ്ഞി വിതരണവും പ്രത്യേക ചില ദിവസങ്ങളിൽ ചായ, കേക്ക്, റൊട്ടി മുതലായവയുടെ വിതരണവും ഹാജിമാർക്ക് ഏറെ ആശ്വാസകരമാകുന്നുണ്ട്. ഹജ്ജ് കഴിഞ്ഞ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഹജ്ജിലെ ആയിരുന്നു നമ്മളെല്ലാവരും. ഇതിന് ഏറ്റവും ഹാജിമാർ ഏറ്റവും തിരക്കുള്ള ഒരു വെള്ളിയാഴ്ച കൂടിയാണ് ഈ വെള്ളിയാഴ്ച. അൽഹംദുലില്ലാഹ് വിക്കായുടെ പ്രവർത്തകര് വളരെ ഭംഗിയായി മസ്കൂത്തയിലും മക്കാരിമിന്റെ മുന്നിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ വളരെ ഭംഗിയായി തന്നെ വിക്കായുടെ സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, ഇന്നലൊക്കെ രാത്രി 12 മണിക്കാണ് നമ്മൾ കഞ്ഞി വിതരണം കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് മദീനയിലേക്ക് പോകുന്ന ഹാജിമാർക്ക് ആ കഞ്ഞി കിട്ടിയത് വളരെ അനുഗ്രഹമായി എന്ന് എല്ലാവരും വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതായത് വെള്ളിയാഴ്ച കഠിനമായ ചൂടിലും ഇവിടെ ബസ് സംവിധാനം തുടങ്ങി അന്ന് മുതൽ കായുടെ പ്രവർത്തകര് വളരെ ഭംഗിയായി തന്നെ സേവനം നിർദ്ദേശിച്ചിട്ടുണ്ട്. മിനായിലും അറഫയിലും മുസ്ദലിഫയിലും ജുസായുടെ സാന്നിധ്യം വളരെ ഭംഗിയായിട്ടുണ്ടായിട്ടുണ്ട്. അതിനു വേണ്ടി ഒരുപാട് പേര് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ ദുആ ചെയ്യാണ്. അതുപോലെ തന്നെ അത്താഴത്തിന് വേണ്ടി ഒരുപാട് പേര് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കബൂൾ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. തുടർന്നും അവസാന ഹാജിമാര് യാത്ര പോകുന്നത് വരെയുള്ള നമ്മുടെ സേവനങ്ങൾ മക്കയില് ഉണ്ടായിരിക്കും. അവരൊക്കെ ദൗത്യങ്ങൾക്ക് മാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് തുടങ്ങിയതിനു ശേഷം ഇതുവരെ വിൽക്കാനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനോട് ഹറമിനോട് വിൽക്കാനെ എല്ലാവർക്കും പ്രതിഫലം നൽകിയാണ് കാര്യപ്പെട്ട ഇതുമായിട്ട് സഹകരിച്ച് ഒരുപാട് വിവിധ സമയങ്ങളിലായി 24 മണിക്കൂറും ഹാജിമാർ താമസിക്കുന്ന നസീം, അസീസിയ, മാബ്ദ, നുസ, റിയാപക്ഷ് തുടങ്ങിയ സ്ഥലങ്ങളിലും മസ്കൂത്ത, മക്കാരിം, കുദായ്, ഗസ, ജർവൽ എന്നീ ബസ് സ്റ്റേഷനുകളിലും മെട്രോ സ്റ്റേഷനുകളും അടക്കം വിവിധയിടങ്ങളിൽ പ്രവർത്തകർ സജ്ജമാണ്. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പ്രധാന ദിനങ്ങളിലും അറഫയിലും മുസ്ദലിഫയിലും ജംറയിലും മീനയിലുമെല്ലാം ടെന്റുകൾ കാണിച്ചു കൊടുത്തും ഒറ്റപ്പെടുന്നവരെ സഹായിച്ചും വീൽചെയറുകളിൽ ജംറയിലേക്ക് എത്തിച്ചു കൊടുത്തും വിക്കായുടെ പ്രവർത്തകർ സേവനങ്ങൾ ഏറെ നൽകിയിരുന്നു. ആദ്യ ഹാജിമാർ എത്തിയത് മുതൽ മുസല്ല, ബാഗ്, മധുര പലഹാരങ്ങൾ തുടങ്ങിയവ നൽകി സ്വീകരിച്ച് വരും ദിവസങ്ങളിൽ അവസാന ഹാജിയും മക്കയോട് വിട പറയുന്നതുവരെ ഈ സേവന പ്രവർത്തനങ്ങൾ വിക്കായ പ്രവർത്തകർ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഇന്ത്യൻ എംബസിയുടെയും കൗൺസിലിന്റെയും സഹകരണവും പ്രത്യേക ID കാർഡുകളുമെല്ലാം ഈ വർഷത്തെ സ്വതന്ത്രമായ പ്രവർത്തനം വിക്കായ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് സേവനം ചെയ്യാൻ ഏറെ ആശ്വാസകരമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഗൾഫ് സുപ്രഭാതം.